ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് മെനു ആയിട്ടാണ്. ഒരു വെറൈറ്റി ചമ്മന്തിയും ഉള്ളിപ്പൂ തോരനുമാണ് ഇന്നത്തെ റെസിപ്പി. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 റെസിപ്പികളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ ചമ്മന്തിയുടെ റെസിപ്പി ഒന്ന് നോക്കാമേ. അതിനായിട്ട് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട്. പുളിയൊന്നുമില്ലാത്ത എടുത്ത പുളിയാണേ. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ ആ ഒരു കപ്പിന് 1/2 ഗ്ലാസ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് 2 കത്തിരിക്ക, ഒരു 4 പച്ചമുളക്, അതുപോലെ 2 വെളുത്തുള്ളി. ഇനി നമുക്ക് ഈ കത്തിരിക്ക ഒന്ന് ചുട്ടെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഇതേപോലെ ഒരു കമ്പിയിൽ കുത്തി വെച്ചിട്ട് ഞാൻ ഗ്യാസിൻ്റെ ഇതിൽ വെച്ച് തന്നെയാണ് അതൊന്ന് ചുട്ടെടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പച്ചമുളക് കൂടി ഇതുപോലെ പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, കരിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങളത് ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത് പൊള്ളി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം പൊള്ളി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തേക്കുന്ന 2 വെളുത്തുള്ളി അല്ലേ, 2 എണ്ണം മാത്രം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ അതും കൂടി പൊള്ളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയാണ്. ഇതുപോലെ പൊള്ളിച്ചെടുത്ത് വയ്ക്കാം. അടുത്തതായിട്ട് ഈ പൊള്ളിച്ച് വെച്ച നമ്മുടെ കത്തിരിക്കയുടെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് എടുത്ത് കളയാമേ. പൊള്ളിച്ചെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ തൊലി എടുത്ത് മാറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ ഞാൻ 2 കത്തിരിക്കയുടെ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും ഇതുപോലെ പൊള്ളിച്ചെടുത്തത് കൊണ്ട് തൊലി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതും ഇതുപോലെ തന്നെ നമുക്ക് തൊലിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിരുന്ന പുളി എടുത്ത് കൈ കൊണ്ട് തന്നെ ഞാരടി നന്നായിട്ട് അതിൻ്റെ നീര് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ട് അരിക്കുന്നുണ്ട്. അതാകുമ്പോൾ അതിൽ ഒരു പൊടിയും അതിലേക്ക് വരില്ല. അപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു മിക്സി ജാറിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി, കത്തിരിക്ക, അതുപോലെ പച്ചമുളക്, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതിനു മുമ്പ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടി, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താം. എടുക്കുന്ന കത്തിരിക്കയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കത്തിരിക്ക എല്ലാം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കത്തിരിക്ക മിക്സ് എല്ലാം കൂടി ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന പുളിവെള്ളം കുറേശ്ശെ എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാമേ. ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ ഒഴിക്കുന്നില്ല, കുറേശ്ശെ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. ലേശം എണ്ണ കൂടി വേണം, വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുളിവെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ഇതുപോലെ ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുത്താണ് ഞാനത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പുളി വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചപ്പോൾ ഉപ്പ് ലേശം കുറവായിട്ട് തോന്നി. അങ്ങനെ ഞാൻ കുറച്ചുകൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഉപ്പിൻ്റെ അളവിനൊക്കെ അനുസരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ടായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കത്തിരിക്ക ചമ്മന്തി. ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഉള്ളിപ്പൂവ് ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു
1/4 ടേബിൾ സ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത്. തോരൻ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വളരെ കുറച്ച് കടുക് മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. ഒരു വറ്റൽമുളക് കൂടി ഇതുപോലെ മുറിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില കൂടി. അപ്പോൾ ഇതാ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിപ്പൂ കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ, എല്ലാ ഭാഗത്തേക്കും ആ ഉപ്പ് ഒന്ന് എത്താനായിട്ട്. അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഉള്ളിപ്പൂ വേകുന്ന നേരത്തിന് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തത് ആവശ്യമായിട്ടുള്ളത് ജീരകമാണ്. സാധാരണ ജീരകം 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കാം, വെള്ളമൊന്നും ഇല്ലാണ്ട്. ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയേ, എല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് റെഡി ആയിരിക്കുകയാണ്. ഇത് മാറ്റി വയ്ക്കാം. നമുക്കിനി നമ്മുടെ ഉള്ളിപ്പൂ വെന്തോന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ഉള്ളിപ്പൂ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പൂടി ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങയുടെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി, ഒരുപാട് മൂത്തൊന്നും പോകണ്ട, എന്നാലും ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടണേ. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകും നമ്മുടെ കറി, അത് കൊണ്ടാണ്. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടുമല്ല എന്നാൽ വെന്തിട്ടുമുണ്ട്. ആ ഒരു പരുവത്തിനാണ്. ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ 2 റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഊണ് കഴിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെത്തോലി കൂടി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി, പിന്നെ ഇതാ തോരൻ എല്ലാം കൂടിയിട്ട് വയ്ക്കുകയാണേ. പിന്നെ ഞാൻ കഴിഞ്ഞ റെസിപ്പിയിൽ ഉണ്ടാക്കിയ മാങ്ങ അച്ചാർ കൂടി ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ എല്ലാവരും പറയണം കേട്ടോ, ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കത്തിരിക്ക ചമ്മന്തിയും ഉള്ളിപ്പൂ തോരനും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ റെസിപ്പിയെല്ലാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.